എല്ലാ കൂട്ടുകാർക്കും ഗ്രാവിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആറ്റോമിക് സ്ട്രക്ചർ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, റുദർഫോർഡ് ആറ്റം മോഡൽ, ആറ്റോമിക് സ്പെക്ട്രം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ആ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ്സുകൾ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർ ആറ്റം മോഡൽ, ഡി ബ്രോഗ്ലി കൺസെപ്റ്റ്, പിന്നെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ് ആരംഭിക്കാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബോർ ആറ്റം മോഡൽ. ബോർ ആറ്റം മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ബോർ ആറ്റം മോഡൽ പ്രധാനമായിട്ടും അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള ആറ്റം മോഡൽസിനൊന്നും ഹൈഡ്രജൻ ആറ്റം കാണിക്കുന്ന സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ബോർ ആറ്റം മോഡൽ ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് സ്ട്രക്ചറും ബോർ ആറ്റം മോഡൽ വഴി പ്രൊപ്പോസ് ചെയ്തു. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാത്രമല്ല, ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ചിട്ട് 1 ഇലക്ട്രോണിക് സ്പീഷീസ് ആയിട്ടുള്ള, അതായത് 1 ഇലക്ട്രോൺ മാത്രമുള്ള എല്ലാ സ്പീഷീസിൻ്റെയും ആറ്റോമിക് സ്ട്രക്ചർ നമുക്ക് ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1. അപ്പോൾ ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ മാത്രമുള്ള ഒരു സ്പീഷീസാണ്. അതുപോലെ തന്നെ ഹീലിയം പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീലിയത്തിൽ 2 ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു. ഹീലിയം പ്ലസ് ആകുമ്പോൾ അത് എത്രയേ? 1 ഇലക്ട്രോൺ പോയിട്ട് 1 ഇലക്ട്രോൺ മാത്രമുള്ള ഒരു സ്പീഷീസാണ് എന്ത്? ഹീലിയം പ്ലസ്. അതുപോലെ തന്നെ ലിഥിയം 2+. ലിഥിയത്തിന് മൊത്തം 3 ഇലക്ട്രോൺസ് ഉണ്ട്. 2 ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ 1 ഇലക്ട്രോൺ മാത്രമുള്ള ഒരു സ്പീഷീസാണ് ലിഥിയം 2+. ഇങ്ങനെ 1 ഇലക്ട്രോൺ മാത്രമുള്ള എല്ലാ സ്പീഷീസിൻ്റെയും ആറ്റോമിക് സ്ട്രക്ചർ നമുക്ക് ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബോർ ആറ്റം മോഡലിലെ പോസ്റ്റ്ലേറ്റ്സുകൾ ഇനി നമുക്ക് നോക്കാം. അതിലാദ്യത്തെ പോസ്റ്റ്ലേറ്റ്: ദ ഇലക്ട്രോൺ ഇൻ ദ ഹൈഡ്രജൻ ആറ്റം can move around the nucleus in circular paths of fixed radius and energy. ഒരു ഫിക്സഡ് ആയിട്ടുള്ള റേഡിയസും എനർജിയുമുള്ള ഒരു വൃത്താകാര പാതയിലാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. ആ പാതയിനെ ദീസ് പാത്സ് ആർ കോൾഡ് ഓർബിറ്റ്സ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്സ്. ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് ആയിട്ട് എനർജിയും റേഡിയസുമുള്ള ഈ പാതയെ അദ്ദേഹം വിളിച്ചത് ഓർബിറ്റ്സ് എന്നാണ്, അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്. ദീസ് എനർജി ലെവൽസ് ആർ നമ്പേർഡ് as 1, 2, 3 etc. or as KLMN. അതായത് ഇദ്ദേഹത്തിന് ഈ ഓരോ എനർജി ലെവൽസും ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള പാത്തിനെ K എന്നും അത് കഴിഞ്ഞ് വരുന്ന പാത്തിനെ L എന്നും അങ്ങനെ അദ്ദേഹം നെയിം ചെയ്തു KLMN. ഈ നമ്പേഴ്സിനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നാണ് വിളിക്കുന്നത്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റ്: ദ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ടൈം. അതായത് ഒരു ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറുന്നില്ല. സമയം കൂടിയാലോ കുറഞ്ഞാലോ എനർജി നഷ്ടപ്പെടുകയോ ഒന്നും സംഭവിക്കുന്നില്ല സമയം കൂടുന്തോറും. However, when an electron absorbs energy, it will move away from the nucleus. ഇനി അത് ഈ പറയുന്ന ഇലക്ട്രോൺ എനർജി അബ്സോർവ് ചെയ്യുകയാണെങ്കിൽ അത് ന്യൂക്ലിയസിൽ നിന്ന് ദൂരെയുള്ള ഓർബിറ്റിലേക്ക് പോകുന്നു. അതായത് ഇപ്പോൾ K ഓർബിറ്റിലിരിക്കുന്ന ഒരു ഇലക്ട്രോൺ എനർജീനെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹയസ്റ്റ് എനർജി ലെവലായ Lലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ഒരു ഹയസ്റ്റ് എനർജി ലെവലിലിരിക്കുന്ന ഒരു ഇലക്ട്രോണിൽ നിന്ന് അതിൽ എനർജി നഷ്ടപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും റേഡിയേഷൻ ഹയസ്റ്റ് എനർജി ലെവലിലിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ എനർജി നഷ്ടപ്പെടുമ്പോൾ അത് ലോവസ്റ്റ് ആയിട്ടുള്ള എനർജി ലെവലിലേക്ക് വരും. അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഓർബിറ്റലിലേക്ക് വരും. ഇപ്പോൾ M ഷെല്ലിലുള്ള ഓർബിറ്റലിലുള്ള ഒരു ഇലക്ട്രോണിൻ്റെ എനർജി നഷ്ടപ്പെടുക എന്ന് വിചാരിക്കുക. എനർജി കുറയുകയാണ്, നഷ്ടപ്പെടുകയില്ല, എനർജി കുറയുന്നു. അപ്പോൾ അത് വീണ്ടും ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള K ഓർബിറ്റിലേക്ക് വരുന്നു. ഇതാണ് രണ്ടാമത്തെ പോസ്റ്റ്ലേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ പോസ്റ്റ്ലേറ്റ്: ദ റേഡിയസ് ഓഫ് ഓർബിറ്റ്സ് ക്യാൻ ബി ഗിവൺ ബൈ ദ ഇക്വേഷൻ Rn = A0 n²,
where A0 is equal to 52.9 picometer. ഈ n സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ പറഞ്ഞില്ലേ, അതിൻ്റെ സ്ക്വയർ. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഇപ്പോൾ k ആണെങ്കിൽ 1, l ആണെങ്കിൽ 2, അങ്ങനെയുള്ള അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് A0 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, അത് 52.9 picometer. Thus the radius of the first stationary state is 52.9 picometer. കാരണം എന്താ, n എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഓർബിറ്റലിൻ്റെ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റത്തെ സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ n എത്രയാണ്? 1. 1ൻ്റെ സ്ക്വയർ 1. 1 ഇൻറ്റു 52.9 നമുക്ക് എന്ത് കിട്ടും? 52.9. അതാണ് ഫസ്റ്റ് സ്റ്റേഷനറി സ്റ്റേറ്റിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഓർബിറ്റിൻ്റെ റേഡിയസ്. അതുകൊണ്ട് അതിനെ ബോർ റേഡിയസ് എന്ന് വിളിക്കുന്നു. പിന്നെ പറയുന്നത് ആസ് n ഇൻക്രീസസ് ദ വാല്യൂ ഓഫ് r വിൽ ഇൻക്രീസസ്. അതായത് n വാല്യൂ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ കൂടുന്തോറും r വാല്യൂ റേഡിയസും കൂടുന്നു. അത്രയേ ഉള്ളൂ. ഇനി നാലാമത്തെ പോസ്റ്റ്ലേറ്റ് നോക്കാം. നാലാമത്തെ പോസ്റ്റ്ലേറ്റിൽ നമ്മൾ എനർജിയാണ് കണ്ടുപിടിക്കുന്നത്. ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ കാണിക്കുന്ന എനർജി എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നോക്കുന്നത്. The energy of electron in an orbit is given by the expression En is equal to minus RH by into 1 by n square. RH minus RH into 1 by n square. RH എന്ന് പറഞ്ഞാൽ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ്, n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 1, 2, 3, 4 അങ്ങനെ പോകുന്നു. ഈ റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2.18 into 10⁻⁻18 ജൂൾ. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ഓർബിറ്റലിലെ ഓരോ ഇലക്ട്രോണിൻ്റെയും എനർജി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ദ എനർജി ഓഫ് ദ ലോവസ്റ്റ് സ്റ്റേറ്റ്, അതായത് ലോവസ്റ്റ് സ്റ്റേറ്റ് ഏറ്റവും ആദ്യത്തെ സ്റ്റേറ്റിലെ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ E1 എന്ന് ഇട്ടു ഇക്വേഷനിൽ. En എന്നുള്ള ഇക്വേഷനിൽ ഫസ്റ്റത്തെ സ്റ്റേജ് ആയതുകൊണ്ട് ഏറ്റവും ലോവസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് അത് E1 ആയി മാറി. ഒന്നാമത്തെ സ്റ്റേറ്റ് ആണല്ലോ, അതുകൊണ്ട് E1 എന്നിന് 1 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുത്തു. RH -RH എന്നുള്ളതിന് റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് വാല്യൂ -2.18 into 10⁻⁻18 into 1 by എന്നിൻ്റെ വാല്യൂ എത്രയാണ്? 1 by 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 1 by 1 സ്ക്വയറിൻ്റെ വാല്യൂ എത്ര കിട്ടും? 1 തന്നെ കിട്ടും. അപ്പോൾ -2.18 into 10⁻⁻18 into 1. അപ്പോൾ E1 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 1 കൊണ്ട് ചെയ്താൽ വല്ല മാറ്റമുണ്ടോ? ആ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് തന്നെയാണ് ഫസ്റ്റ് ലോവസ്റ്റ് എനർജി ലെവലിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ. E1 is equal to -2.18 into 10⁻⁻18 ജൂൾ. പിന്നെ പറയുന്ന കാര്യം, n വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോറും ആ സ്റ്റേറ്റിൻ്റെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ n വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതോറും ഇലക്ട്രോണിൻ്റെ എനർജി ലെവലും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ്ലേറ്റ് ആണ്. ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ് വെൻ ട്രാൻസിഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ടു സ്റ്റേഷനറി സ്റ്റേറ്റ് ദ ഡിഫർ ഇൻ എനർജി ബൈ ഡെൽറ്റ ഇ. അതായത് നമുക്കറിയാം, ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു എനർജി സ്റ്റേറ്റിലേക്ക് ഒന്നെങ്കിൽ റേഡിയേഷൻ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺ എങ്ങനെയാണ് ലോവസ്റ്റ് എനർജി ലെവലിൽ നിന്ന് ഹയസ്റ്റ് എനർജി ലെവലിലേക്ക് പോകുന്നു. ഇനി ഹയസ്റ്റ് എനർജി ലെവലിലുള്ള ഇലക്ട്രോൺ ആണെങ്കിൽ അത് എനർജീനെ എമിറ്റ് ചെയ്തിട്ട് ഒരു റേഡിയേഷനെ എമിറ്റ് ചെയ്തിട്ട് ഒരു ലോവസ്റ്റ് എനർജി ലെവലിലേക്ക് പോകുന്നു. ഈ ഒന്നെങ്കിൽ റേഡിയേഷൻ അബ്സോർവ് ചെയ്യണം, അല്ലെങ്കിൽ റേഡിയേഷനെ എമിറ്റ് ചെയ്യണം. ഈ റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനെ അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്ന റേഡിയേഷനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. V is equal to delta E by H. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ നടക്കുന്ന രണ്ട് എനർജി ലെവൽസ് തമ്മിലുള്ള എനർജിയുടെ ഡിഫറൻസ് ആണ് ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത്. EU2 - E1. E2 എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എനർജി ലെവൽ. അതായത് ഇപ്പോൾ ഇലക്ട്രോൺ ചിലപ്പോൾ ലോവസ്റ്റ് എനർജിയിൽ നിന്ന് ഹയസ്റ്റ് എനർജി ലെവലിലേക്കായിരിക്കും പോയത് എനർജി അബ്സോർവ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഹയസ്റ്റ് എനർജി ലെവലാണ് E2 എന്ന് പറയുന്നത്. E1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് എനർജി ലെവലാണ്. അതുപോലെ തന്നെ മേളിൽ ഹയസ്റ്റ് എനർജി ലെവലിൽ നിന്ന് ലോവസ്റ്റിലേക്ക് വരുമ്പോഴാകുമ്പോഴും E2 കൂടിയ എനർജി ലെവലുള്ളതിന് E2 എന്നും കുറഞ്ഞ എനർജി ലെവലിലുള്ളതിന് E1 എന്ന് കൊടുക്കുന്നു. E2ൽ നിന്ന് E1 കുറച്ച് E2 എനർജി ലെവലിൻ്റെ എനർജിയിൽ നിന്ന് E1 എനർജി ലെവലിൻ്റെ എനർജി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ഡെൽറ്റ ഇ. അതിനെ നമ്മൾ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അബ്സർവ് ചെയ്ത അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കിട്ടും. ഈ ഇക്വേഷനെയാണ് ബോർ ഫ്രീക്വൻസി റൂൾ എന്ന് പറയുന്നത്. ദ ആംഗുലർ മൊമെൻറ്റം ഓഫ് an electron
ഈസ് ഓൾവേസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ h/2π. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ h/2πയുടെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ ഒരു വാല്യൂ മാത്രമേ ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം കിട്ടാൻ പാടുള്ളൂ. MEVR ഈസ് ഈക്വൽ ടു NH/2π. നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത് മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോൾ MEVR ഈസ് ഈക്വൽ ടു NH/2π. ME എന്ന് പറഞ്ഞാൽ എന്താ? മാസ് ഓഫ് ഇലക്ട്രോൺ. V ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ. R ഈസ് ദ റേഡിയസ് ഓഫ് എന്ത് ബോർ ഓർബിറ്റൽ. കാരണം ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് ആണ് R. അങ്ങനെയെങ്കിൽ ആ ഇലക്ട്രോണിൻ്റെ എന്ത് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ NH/2π ആയിരിക്കും. N എന്ന് പറയുന്നത് 1, 2, 3 അങ്ങനെയുള്ളൊരു ഏതെങ്കിലും ഒരു ഇൻറ്റഗ്രൽ വാല്യൂ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇലക്ട്രോണിന് ഈ ഇൻറ്റഗ്രൽ h/2π ഇൻറ്റഗ്രൽ വാല്യൂ, ഇതിൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ ആംഗുലാർ മൊമെൻറ്റം വരുന്ന ഓർബിറ്റിൽ കൂടി മാത്രമേ റിവോൾവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ സെർട്ടൻ ഓർബിറ്റ്സ് മാത്രമാണ് അലോഡ് ആയിട്ടുള്ളൂ. അതായത് നമ്മൾ കണ്ടു എനർജി തന്നിരിക്കുന്നത് ഇലക്ട്രോണിൻ്റെ എനർജിക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. അതായത് -RH × 1/n² അങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു നെഗറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോണിൻ്റെ എനർജിക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നും ഒരുപാട് ദൂരെ ഉള്ളൊരു ഓർബിറ്റിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരു ഓർബിറ്റിലിരിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞത് 0 ആയിട്ട് എടുത്തു. ഇപ്പോൾ നമുക്ക് ആ ഒരു ഓർബിറ്റലിൽ ഒരു ബന്ധവുമില്ലാത്ത ഓർബിറ്റലിനെ അതിൻ്റെ ആ വാല്യൂ n വാല്യൂ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ നമുക്ക് ഇൻഫിനിറ്റി എന്ന് കൊടുക്കാം. അപ്പോൾ ഇൻഫിനിറ്റി ഓർബിറ്റലിൽ ഇരിക്കുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി 0 ആണ്. അപ്പോൾ അത് അവിടെ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് എനർജി ലെവലാണ് ഈ 0 എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടിയ എനർജി ലെവലാണ് 0. n ഇൻഫിനിറ്റി. നമുക്കറിയാം ന്യൂക്ലിയസിൽ നിന്ന് ദൂരെ പോകും തോറും എനർജി ലെവൽ കൂടുന്നു. ഒരു ബന്ധമില്ലാത്ത അങ്ങ് ദൂരെയുള്ളൊരു ഓർബിറ്റിലാണ് n = ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറുള്ള ഓർബിറ്റ്. അവിടുത്തെ ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇനി അവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ സങ്കല്പമാണ്, അവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്തുകൊണ്ട് ലോവർ സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ എനർജി കുറയുകയാണല്ലോ. ഇപ്പോൾ ആ ഇൻഫിനിറ്റ് ലെവലിൽ ഇരുന്നപ്പോൾ തന്നെ ഇലക്ട്രോണിൻ്റെ എനർജി എത്രയായിരുന്നു? 0. 0യിൽ നിന്നും കുറഞ്ഞ വാല്യൂ എത്രയാ? നെഗറ്റീവ് വാല്യൂസാണ്. അതുകൊണ്ടാണ് ഇലക്ട്രോണിൻ്റെ എനർജി എപ്പോഴും നെഗറ്റീവ് വാല്യൂവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രമാണ്. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ബോർ ആറ്റം മോഡൽ പഠിച്ചപ്പോൾ പറഞ്ഞു എനർജി അബ്സോർവ് ചെയ്യുമ്പോൾ ലോവസ്റ്റ് എനർജി ലെവലായിട്ടുള്ള ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള K എനർജി ലെവലിൽ നിന്ന് ഇലക്ട്രോണ് റേഡിയേഷൻ അബ്സോർവ് ചെയ്ത് ഹയസ്റ്റ് എനർജി ലെവലായിട്ടുള്ള ഒരു M ഓർബിറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു റേഡിയേഷൻ അബ്സോർവ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അത് അവിടെ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് എമ്മിൽ ഇരിക്കുന്ന ഹയസ്റ്റ് എനർജി ലെവലിരിക്കുന്ന ഇലക്ട്രോൺ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്ത് വീണ്ടും K എനർജി ലെവലിലേക്ക് വരുന്നു. ഇത് നമ്മൾ പറഞ്ഞു ഇവ തമ്മിലുള്ള എനർജി ഗ്യാപ്പ്, അതായത് ഇലക്ട്രോൺ ഹയസ്റ്റ് എനർജി ലെവലിൽ നിന്നും ലോവസ്റ്റ് എനർജി ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് കണ്ടുപിടിക്കാം. അതൊരു ചെറിയൊരു ഡെറിവേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല, ചെറിയൊരു ഡെറിവേഷൻ. ഇനി നമുക്ക് ΔE കണ്ടുപിടിക്കണം. ΔE എന്ന് പറഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് എനർജി ലെവലും ലോവസ്റ്റ് എനർജി ലെവലും തമ്മിലുള്ള ഗ്യാപ്പാണ് ΔE. അപ്പോൾ E2 - E1 എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് നമുക്ക് കിട്ടും. അപ്പോൾ E1ൻ്റെ എനർജി ലെവൽ, അപ്പോൾ ഓരോ എനർജി ലെവലിൻ്റെയും എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നത് റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ ആ പർട്ടിക്കുലർ എനർജി ലെവലിൻ്റെ ക്വാണ്ടം നമ്പർ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ സ്ക്വയർ വെച്ചിട്ടാണ്. അപ്പോൾ E1 എന്ന് പറഞ്ഞ എനർജി ലെവലിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ -RH / n1². E2ൻ്റെ എന്ന് പറഞ്ഞാൽ -RH / n2². ഇനി നമ്മൾ ΔE = E2 - E1 എന്ന് പറഞ്ഞാൽ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഓരോ വാല്യൂസും. അപ്പോൾ നമുക്ക് ΔE = എങ്ങനെ എഴുതാം? -RH / n2² -RH / n1² എന്ന് എഴുതാം. ഇപ്പോൾ നോക്കിയേ രണ്ടാമത്തെ ടേമിൻ്റെ അടുത്ത് നോക്കിയേ -RH / n1² എന്ന് പറയും. അപ്പോൾ ആ മൈനസും കൂടി ചേർന്ന് എന്താവും? പ്ലസ് ആകും. അപ്പോൾ നമുക്ക് എഴുതാം ΔE = -RH / n2²
മൈനസ് ആർ എസ് ഡിവൈഡ് ബൈ n1 സ്ക്വയർ. അപ്പോൾ പ്ലസ് ഉള്ള വാല്യൂ ആദ്യം എഴുതുന്നു. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ ഇ ഈസിക്കൽ ടു പ്ലസ് ആർ എസ് ഡിവൈഡ് ബൈ n1 സ്ക്വയർ മൈനസ് ആർ എസ് ഡിവൈഡ് ബൈ n2 സ്ക്വയർ. അതിൽ ആർ എച്ച് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഡെൽറ്റ ഇ ഈസിക്കൽ ടു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ആർ എസിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ എസിൻ്റെ വാല്യൂ നമുക്കറിയാം. റിബർട്ട് കോൺസ്റ്റൻ്റെ വാല്യൂ എത്രയാണ്? 2.18 ഇൻറ്റു 10⁻⁻⁸. അപ്പോൾ വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ആ എനർജി ഗ്യാപ്പിൻ്റെ ആ വാല്യൂ കിട്ടി, ഡെൽറ്റ ഇ കിട്ടി. ഇനി ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ പോസ്റ്റ്ലേറ്റ്സിൽ പഠിച്ചു, ഡെൽറ്റ ഇ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ഇമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അബ്സോർവ് ചെയ്യുന്ന ആ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വി ഈസിക്കൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡെൽറ്റ ഇയുടെ വാല്യൂ ആർ എച്ച് ബൈ എച്ച് ആ ഇക്വേഷനിലേക്ക് എച്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. ആർ എച്ച് എന്നുള്ള ഡെൽറ്റയുടെ ഇക്വേഷൻ ഏതായിരുന്നു? ആർ എച്ച് ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. അതിനെ എച്ചും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആർ എച്ചിൻ്റെ വാല്യൂ അറിയാം, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ അറിയാം, ഇക്വേഷൻ എഴുതുന്നു. ലാസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും, ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും 3.29 ഇൻറ്റു 10⁻15 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. അങ്ങനെ നമുക്ക് എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി ഫ്രീക്വൻസി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആ റേഡിയേഷൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി നമുക്കറിയാം, ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തമ്മിലുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ 1/λ ഈസിക്കൽ ടു v/c. അപ്പോൾ വിയുടെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? വിയിലെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആർ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ആ വാല്യൂവിനെ വീണ്ടും സിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആർ എച്ച് ഡിവൈഡഡ് ബൈ എച്ച് സി ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. അപ്പോൾ നമുക്ക് ആർ എച്ച് ഡിവൈഡ് ബൈ എച്ച് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരുന്നല്ലോ 3.29 ഇൻറ്റു 15. അതിനെ വീണ്ടും സിയും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁻8. ഇതെല്ലാം കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. അപ്പോൾ നമുക്ക് വേവ് നമ്പറിൻ്റെ വാല്യൂവും കിട്ടി. അത് കിട്ടിയത് എങ്ങനെയാണ്? 1.0967 ഇൻറ്റു 10⁻7 ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ 1/n2 സ്ക്വയർ ഇൻറ്റു മീറ്റർ ഇൻവേഴ്സിൽ. വേവ് നമ്പർ ആയതുകൊണ്ട് മീറ്റർ ഇൻവേഴ്സ് വരും. അത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലായിരിക്കും മാറ്റുമ്പോഴേക്കും ആ 10⁻7 എന്നുള്ള വാല്യൂ എടുത്ത് കളയും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇതാണ് ഈ ഡെറിവേഷൻ. വലിയ കുഴപ്പമില്ലാത്ത ഡെറിവേഷനാണ്, അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, അത്രയേ ഉള്ളൂ. ഇനി ഇത്രയൊക്കെ ചെയ്തെങ്കിലും ബോർ ആറ്റം മോഡൽസിലും ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ആദ്യം പറഞ്ഞ കാര്യമാണ്. വൺ ഇലക്ട്രോൺ സ്പീഷീസിൻ്റെയൊക്കെ സ്പെക്ട്രവും ആറ്റോമിക് സ്ട്രക്ചറും ബോർ ആറ്റം മോഡലിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, സ്റ്റെബിലിറ്റിയൊക്കെ പറയാൻ പറ്റി. പക്ഷെ അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ലിമിറ്റേഷൻ, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആറ്റം. അത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഫൈൻ സ്പെക്ട്രത്തിനെ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റം അതർ ദാൻ ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിനെ മാത്രമേ ബോർ ആറ്റത്തിന് ഹൈഡ്രജൻ ആറ്റം കാണിക്കുന്ന ഒരു സ്പെക്ട്രം മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ആറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല ബോർ ആറ്റം മോഡലിന്. ഇനി മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് അൺഎബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക്കൽ ഫീൽഡ്, സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും ഇൻഫ്ലുവൻസിൽ വരുമ്പോൾ ഈ സ്പെക്ട്രം ലൈൻസ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ബോർ ആറ്റം മോഡലിൽ പറയാൻ പറ്റിയില്ല. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾസ് ബൈ കെമിക്കൽ ബോണ്ട്. ഇത് വെച്ച് കെമിക്കൽ ബോണ്ടിങ് എങ്ങനെ നടക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ദ വേവ് ക്യാരക്ടർ ഓഫ് മാറ്റർ ആൻഡ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതെന്താ നമുക്ക് പറയാം. നമ്മൾ മാറ്ററിനും ഒരു വേവ് ക്യാരക്ടറുണ്ട്, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതെന്താണെന്ന് പറയാം. അത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് പറ്റിയില്ല. ഇത്രയുമാണ് ബോർ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻസ്. ബോർ ആറ്റം മോഡൽ ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. നമ്മൾ ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ പഠിച്ചു. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കൽ നേച്ചറും ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നത് മാറ്ററിനും ഇതുപോലെ വേവ് നേച്ചറും പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്. അതായത് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ?
എനിത്തിങ് ഓക്യുപ്പൈങ് സ്പേസ് ആൻഡ് ഹാവിങ് മാസ്. മാസ് ഉള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ എന്തെന്ന് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാം. അങ്ങനെയുള്ള ഒരു വസ്തുവിനും വേവ് നേച്ചർ ഉണ്ടെന്നാണ് ഡി ബ്രോഗ്ലി പറഞ്ഞത്. ഡി ബ്രോഗ്ലി പ്രൊപ്പോസ്ഡ് ദാറ്റ് like radiation, matter also exhibit dual behavior, that is both particle and wave-like properties. മാറ്ററിനും പാർട്ടിക്കൽ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. This means that electron should also have a momentum as well as wavelength. ഇലക്ട്രോണിന് ഒരു മൊമെൻറ്റം ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോണിന് ഒരു വേവ് ലെങ്ത്തും ഇലക്ട്രോൺ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം മൊമെൻറ്റവും ഒരു പാർട്ടിക്കളുടെ മൊമെൻറ്റവും വേവ് ലെങ്ത്തും തമ്മിലൊരു റിലേഷൻ നൽകി. അതായത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം വി. എം വി എന്ന് പറഞ്ഞാൽ എന്താ? മൊമെൻറ്റം. നമുക്കറിയാം ഒരു പാർട്ടിക്കളുടെ മൊമെൻറ്റമാണ് എം വി. എം വിനെ നമുക്ക് പി എന്ന് എഴുതാം. വേർ എം ഈസ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കൽ, വി ഈസ് ദ വെലോസിറ്റി ആൻഡ് പി ഈസ് ദ മൊമെൻറ്റം. വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, മാസ് എന്ന് എം എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കലിൻ്റെ മാസ്. ആൻഡ് ദ എബോവ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഈ പറയുന്ന ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന് പറയുന്ന ഇക്വേഷനാണ് ഡി ബ്രോഗ്ലീസ് ഇക്വേഷൻ. ഡി ബ്രോഗ്ലി ഒരു കാര്യം കൂടി പറഞ്ഞു, മൂവ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റിനും ഒരു വേവ് ലെങ്ത് ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കാണെങ്കിലും എന്ത് കാര്യത്തിനും ഒരു വേവ് ലെങ്ത് ഉണ്ട്. പക്ഷെ സാധാരണയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ വളരെ 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 ചെറുതായിരിക്കും. കാരണം അതിൻ്റെ മാസ് വളരെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വേവ് ലെങ്ത്ത് വളരെ ചെറുതായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, വേവ് ലെങ്ത്ത് വളരെ ചെറുതായതുകൊണ്ട്. പക്ഷേ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇലക്ട്രോൺസ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസൊക്കെ വേവ് ലെങ്ത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വേവ് ലെങ്ത്ത് മാസ് കുറവായതുകൊണ്ട് തന്നെ കൂടുതലായിരിക്കും. അത് എക്സ്പെരിമെൻ്റലി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. Werner Heisenberg proposed the uncertainty principle, which is the consequence of dual behavior of matter and radiation. നമ്മൾ പറഞ്ഞു മാറ്ററിനും റേഡിയേഷനും ഡ്യുവൽ ബിഹേവിയർ ഉണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം, അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് അദ്ദേഹം ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കി. ആ പ്രിൻസിപ്പിളാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ സൈമുൾട്ടേനിയസ്ലി the exact position and exact momentum of a moving microscopic particle like electron. അതായത് വളരെ ചെറുത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ വളരെ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം കാണാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസിനെയാണ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ ഇങ്ങനെയൊരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റവും എക്സാക്റ്റ് പൊസിഷനും ഒരേ സമയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരേ സമയം മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മൊമെൻറ്റവും പൊസിഷനും നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഹൈസൻബർഗ് പറഞ്ഞത്. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതെന്താ നോക്കാം. ഡെൽറ്റ എക്സ് അതിൻ്റെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം, ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4π. അപ്പോൾ നമുക്കറിയാം പി എന്ന് പറയുന്നതിനെ മൊമെൻറ്റത്തിനെ നമുക്ക് എം വി എന്ന് എഴുതാം. എം വിയിൽ വേരിയബിൾ, ഒരു പാർട്ടിക്കലിൻ്റെ മാസ് ഒരിക്കലും മൂവ് ചെയ്യുമ്പോൾ വേരി ചെയ്യത്തില്ല. അപ്പോൾ അതിൻ്റെ വേരിയബിൾ ആയിട്ടുള്ളത് അതിൻ്റെ വെലോസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ വേരിയബിൾ ഡെൽറ്റ വി എന്നുള്ളത് വേരിയബിൾ ഡെൽറ്റ വാല്യൂ വിക്ക് കൊടുത്തു, എമ്മിനെ പുറത്തെടുത്തു. അപ്പോൾ ഡെൽറ്റ എക്സ് എം ഡെൽറ്റ വി. ഇവിടെ ഈ പർട്ടിക്കുലർ കണ്ടീഷനിൽ എം കോൺസ്റ്റൻ്റ് ആണല്ലോ, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ എമ്മിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ എച്ച് ബൈ 4πm. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ മാത്തമാറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. വേർ ഡെൽറ്റ എക്സ് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ ആൻഡ് ഡെൽറ്റ പി ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ശരിക്കുള്ള വാല്യൂ എന്നുള്ള ആ വ്യത്യാസം, അതിനെയാണ് അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ, അതായത് പൊസിഷൻ, നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നന്നായിട്ട് വളരെ കൃത്യമായിട്ട് അറിയാമെങ്കിൽ അതിൻ്റെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പക്ഷെ അതേസമയം നമുക്ക് ഡെൽറ്റ വി വെലോസിറ്റി, ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ നന്നായിട്ട് അറിയാമെങ്കിൽ അതിൻ്റെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് കുറച്ചും കൂടി തെറ്റായിട്ടുള്ള വാല്യൂ, ആക്യുറസി കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും, കുറച്ചും കൂടി തെറ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും, ആക്യുറസി കുറവുള്ളൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഡെൽറ്റ വി കൂടുതലായിരിക്കും. നമുക്കൊരു ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി നന്നായിട്ട് അറിയാമെങ്കിൽ അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കുന്നത് കുറച്ചും കൂടി ആക്യുറസി കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അത് തമ്മിൽ ഒരു ഡെൽറ്റ വി നന്നായിട്ട് അറിയാമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡെൽറ്റ എക്സ് കുറവായിരിക്കും, അതിൻ്റെ ആക്യുറസി കുറവായിരിക്കും. ഇനി ഡെൽറ്റ എക്സ് നന്നായിട്ട് അറിയാമെങ്കിൽ ഡെൽറ്റ വി കണ്ടുപിടിക്കുന്നതിൻ്റെ ആക്യുറൻസിയും കുറവായിരിക്കും.
ഇതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് ഫെയിലിയർ ഓഫ് ബോർ ആറ്റം മോഡൽ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കോൺട്രഡക്ട്സ് ദ കൺസെപ്റ്റ് ഓഫ് ഓർബിറ്റ്സ് പ്രെഡിക്റ്റഡ് ബൈ ബോർ മോഡൽ ഓഫ് ആറ്റം. അദ്ദേഹം പറഞ്ഞത് എന്താ, ഒരു സർക്കുലർ പാത്തിൽ കൂടി ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ഇന്ന വെലോസിറ്റി, ആ ഒരു വെലോസിറ്റിയിൽ ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുകയാണ് കൃത്യം ഈ സർക്കുലർ പാത്തിൽ നിന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് എന്താ, ഹൈസൻബർഗ് പറഞ്ഞത് എന്താ, ഒരിക്കലും നമുക്ക് എക്സാക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇലക്ട്രോൺ ഈ ഒരു പൊസിഷനിൽ കൂടെ തന്നെയാണ് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. അതാണ് ബോർ ആറ്റം മോഡലിൽ ഒരു ഫെയിലിയർ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആറ്റം മോഡലിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓർബിറ്റൽ എന്നൊരു കൺസെപ്റ്റ് അപ്പോൾ പറയാൻ നമുക്ക് പറ്റില്ല. According to Bohr model, electron is revolving around the nucleus in well-defined circular paths called orbits, and this concept enables to determine the position as well as moment of an electron moving an orbit. അത് പറഞ്ഞല്ലോ, നമുക്ക് മൂവ് ചെയ്യുന്ന ഓർബിറ്റിൻ്റെ മൊമെൻറ്റവും പൊസിഷനും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഓർബിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിന് അത്ര വലിയ ഒരു ഒരു പ്രസക്തി ഇല്ലാതെ ആയിപ്പോയി ഇങ്ങനെ ഒരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വന്നപ്പോൾ. അതിലൊരു വ്യക്തത ഇല്ലാതെയായി. ബട്ട് അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് പ്രിൻസിപ്പിൾ ഇറ്റ് ഈസ് impossible to determine both these factors simultaneously. This lead to the development of new concept orbital, which is defined as the three-dimensional space around the nucleus where there is a maximum probability of finding electron with a certain energy. അപ്പോൾ ഇതിൽ നിന്ന് അവർ ഓർബിറ്റൽ എന്നൊരു കൺസെപ്റ്റ് അടുത്ത ആറ്റം മോഡലായപ്പോൾ വന്നപ്പോൾ ഡെവലപ്പ് ചെയ്തു. ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർബിറ്റിൽ പറഞ്ഞത് ഒരു സർക്കുലർ പാത്ത്, ആ പാത്തിൽ കൂടെ തന്നെ ഇലക്ട്രോൺ പോകുന്നു. പക്ഷെ ഓർബിറ്റലിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഒരു സ്ഥലമാണ്, ഒരു 3 ഡയമെൻഷൻ ആയിട്ടുള്ള ന്യൂക്ലിയസിന് ചുറ്റും എവിടെയെങ്കിലുമൊക്കെ ഒരു സ്ഥലം, ഈ സ്ഥലത്ത് ഇവിടെ ഇലക്ട്രോൺ കാണാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. അതായത് ഈ ഇത്ര റീജിയനുള്ളിൽ ഇവിടെ ഇലക്ട്രോൺ കാണുന്നു, അതിനെയാണ് ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഇതാണ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും അതും സിഗ്നിഫിക്കൻസും പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്രദമായെന്ന് തന്നെ കരുതുന്നു. നിങ്ങൾക്ക് ഞങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്